ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുമോളുടെ കല്യാണം പൊടിക്കാൻ ദേവമംഗലം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പുടവയൊക്കെ ആയിട്ട് കല്യാണത്തലേന്ന് ചെറുക്കനും കൂട്ടരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആട്ടും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ആ രാത്രി എല്ലാവരും വളരെയേറെ ആഘോഷിക്കുകയാണ് കേട്ടോ. പക്ഷേ നെരിപ്പോടെ നിൽക്കുന്ന പോലെയാണ് ഓരോ നിമിഷവും നമ്മുടെ അനുമോള് നിൽക്കുന്നത്. അനുവിനെ പല രീതികളിലും പല കാര്യങ്ങളും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അലോക് വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവൻ്റെ ഫോൺ കോളുകൾ പറ്റാവുന്ന വിധത്തിൽ അനു ഒഴിവാക്കി വിടുന്നുണ്ടെങ്കിലും സുകന്യ എന്തെങ്കിലും പറഞ്ഞ് അനുവിൻ്റെ കൈക്കൊണ്ട് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിലുള്ളവരോട് അലോകിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ പോലും അനുമോക്കൊരു അവസരം കിട്ടുന്നില്ല. അവൾ ഒന്ന് രണ്ട് തവണ അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ ഏട്ടന്മാരുടെയൊക്കെ എടുത്ത് പറയാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറയാൻ കഴിയാതെ അവർ വേറെ ഏതെങ്കിലും തിരക്കിലേക്ക് പോകും. അങ്ങനെ അനു ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അനുവിൻ്റെ ഈ മാനസിക ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാൻ മീനുവിനോ മിത്രയ്ക്കോ ആർക്കും കഴിയുന്നുമില്ല. അവരാരും അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ആഘോഷ തിമിർപ്പിൽ തന്നെ ആറാടി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് സുകന്യ അവിടെ നിൽക്കാം. മറ്റൊന്നുമല്ല, മനഃപൂർവ്വമാണ് സുകന്യ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അലോക് ദേവമംഗലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അനുവിനോട് സംസാരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കണമെന്ന് സുകന്യയോട് പറയണം. അപ്പം സുകന്യ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണ് അലോകിനൊപ്പം. കാരണം ഫോണിൽ കൂടി ഇത്രയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും അനുവിൻ്റെ ഭാഗത്തു നിന്നും അലോകിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നേരിട്ട് കണ്ട് അവളെ ഭീഷണിപ്പെടുത്താനായിട്ടാണ് അലോക് ദേവമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പം സുകന്യാണെങ്കിൽ ആരുടെയും ശ്രദ്ധ പിടിക്കാത്ത വിധത്തിൽ അനുമോളുടെ അടുത്തേക്ക് ചെല്ലുക. അനു, ദേ ഒരു പ്രശ്നമുണ്ട്. എന്താ ചേച്ചി? അലോക് ദേ ചേച്ചിയോട് ഒരു 100 തവണ ഞാൻ പറഞ്ഞു അവൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. അതല്ല മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ ഇവിടെ ദേവമംഗലത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് കേൾക്കുന്ന അനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. അലോക് ഇവിടെ ഉണ്ടെന്നോ? അതെ, നിന്നെ കാണണമെന്ന് വാശി പിടിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് കയറി വരുമെന്ന്, ഇവിടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ദേ ജീവനും വീട്ടുകാരും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് കയറി വന്നാലത്തെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? നിന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ അപമാനിക്കപ്പെട്ട് ഇപ്പം തന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് അവനോടൊന്ന് സംസാരിക്കുക. എന്തെങ്കിലും പറഞ്ഞ് ആ ചെറുക്കനെ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞു വിട് എന്ന് പറയാൻ കേട്ടോ. അപ്പം അനുമോളാണെ ആകെ ടെൻഷനായിട്ട് ഇന്ന് നിൽക്കുക. എങ്ങനെ ഇവിടെ നിന്നൊന്ന് മാറി അലോകൻ്റെ അടുത്ത് ചെല്ലും? അവൻ്റെ അടുത്തേക്ക് ചെന്നാലും നല്ലതൊന്നുമല്ല നടക്കാൻ പോകുന്നതെന്ന് അനുമോക്കറിയാം. അങ്ങനെ അനു എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഒരു വിധത്തിൽ അലോക് നിൽക്കുന്ന വീടിൻ്റെ പിറകുവശത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യയും അവിടെ അവരുടെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. ദേ ഹനുമോളെ, അവിടെ അലോക് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയി സംസാരിക്കുക. നീ എന്തെങ്കിലും പറഞ്ഞ് അവനെ തിരിച്ചു വിടുക, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പേടിച്ച് നമ്മുടെ അനു അടുത്തേക്ക് ചെല്ലുക. ദേ ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് സുകന്യയെ. അപ്പോൾ സുകന്യ, ഞാൻ നോക്കിക്കോളാം, ആര് വന്നാലും ഞാൻ നോക്കിക്കോളാം. നീ വേഗം പോയി സംസാരിച്ച് അവനെ എത്ര വേഗം പറഞ്ഞു വിടാൻ നോക്കുക. ആരെങ്കിലും അവനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് പറയാം. ദേ അവൻ്റെ സ്വഭാവത്തിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ വിളിച്ചു പറയും. എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്ന കൂട്ട് ഫോട്ടോകൾ ഇപ്പം ജീവനെ വീട്ടുകാരെ കാണിച്ചാലത്തെ നിൻ്റെ അവസ്ഥ പിന്നെ നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമുക്കറിയാം അതൊക്കെ ഫേക്കാണെന്ന്. പക്ഷെ കാണുന്നവരാരെങ്കിലും അത് വിശ്വസിക്കുമോ? ഞാൻ പോലും ആദ്യം ആ ഫോട്ടോകൾ കണ്ടപ്പം നിങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ടെന്നല്ലേ കരുതിയത്. എല്ലാവരും തെറ്റിദ്ധരിക്കും. ബാലേട്ടനും ഗോമതി ചേച്ചിയും അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരും. അതാ ഞാൻ നിന്നോട് അവനെ എങ്ങനെയും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് സുകന്യ പറയണേ കേട്ടോ. അപ്പം സുകന്യയുടെ സംസാരത്തിലും അഭിനയത്തിലൊക്കെ നമ്മുടെ അനുശ്രീ വിശ്വസിച്ച് പോവാ. അനുശ്രീ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഓ, അപ്പം നിനക്ക് പേടിയുണ്ട്. നിന്റെ കല്യാണം ഞാൻ മുടക്കാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് പറയണം കേട്ടോ. നിനക്ക് എന്താടാ വേണ്ടത്? നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചതാ. കുറേ ഫേക്ക് ഫോട്ടോകൾ കാണിച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധമില്ലെന്നേ എനിക്കറിയാം. അത് നിനക്കല്ലേ അറിയത്തുള്ളൂ. ഈ ഫോട്ടോകൾ ഞാൻ നിന്റെ വീടിൻ്റെ ചുവരുകളിൽ മുഴുവനും ഒട്ടിക്കും. നാളെ കല്യാണ മണ്ഡപത്തിലും നിന്റെ ഈ ഫോട്ടോകളായിരിക്കും നിന്റെ കുടുംബത്തെ വരവേൽക്കാൻ പോകുന്നത്. നിന്റെ അച്ഛനും അമ്മയും അപമാനിക്കപ്പെട്ട് നാണം കെട്ട് നാളെ തൊലി ഉരിഞ്ഞ് അവസാനം ആത്മഹത്യ ചെയ്യുന്നത് നിന്നെ കൊണ്ട് ഞാൻ കാണിച്ചു തരൂടി എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അലോകനോട് നല്ല ദേഷ്യം അനുവിന് തോന്നുക. അതുമാത്രമല്ല പേടിയാവുന്നുണ്ട്. നിനക്ക് എന്താടാ വേണ്ടത്? എൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കുടുംബം മുഴുവനും നിന്നെ അവിശ്വസിച്ച് അവർ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത് നിന്നെ ഞാൻ നാളെ കാണിച്ചു തരും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ കേട്ടാ നിനക്ക് കൊള്ളാം. അല്ലെ ഞാനും നീയും ഒത്തുള്ള
ഈ ഫോട്ടോകളായിരിക്കും ഈ നാട് മുഴുവനും നാളെ നേരം വെളുക്കുമ്പം കാണാൻ പോകുന്നത്. നിന്റെ കല്യാണം മുടക്കും ഞാൻ. കല്യാണം മുടക്കുക മാത്രമല്ല, നിന്റെ വീട്ടുകാർ നിന്റെ ലീലാവിലാസങ്ങൾ കണ്ട് അപമാനിക്കപ്പെട്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഞാൻ ആക്കി തരുവടി എന്ന് പറയാം. അത് കേൾക്കുമ്പം അനു പേടിച്ചു പോവാ. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ പിടാതെ പിന്തുടരുന്നത്? പിന്നെ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് നിന്നെ സന്തോഷത്തോടെ ജീവിപ്പിക്കാൻ സമ്മതിക്കുമെന്നാണോ പുന്നാര മോള് കരുതിയത്? നീ എൻ്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്തുണ്ട് ഉണ്ടാവണം. നീ എൻ്റെ കൂടെ ഈ നിമിഷം ഇറങ്ങി വരണം. എങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നാളെ കല്യാണം മുടങ്ങി എന്നൊരു അപമാനം മാത്രമേ നിന്റെ വീട്ടുകാർക്ക് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അമ്മ കാരണം എൻ്റെ കുടുംബവും ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ഒരിക്കൽ നിന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ നാണം കെട്ട് നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയാതെ നിന്നത് ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ മായാത്ത മുറിവ. അങ്ങനെ ഒരു ദിവസം അവർക്കും ഉണ്ടാകട്ടെ. അതൊക്കെ അനുഭവിക്കാൻ അവർ യോഗ്യർ തന്നെയാ. പക്ഷെ അപമാനിക്കപ്പെടില്ല. നിന്റെ ഫോട്ടോ കണ്ടിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും അനുസരിക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ. ഞാൻ മരിച്ചാലും നിന്റെ കൂടെ ഇറങ്ങി വരത്തില്ലടാ എന്ന് പറയാം. എൻ്റെ കൂടെ നീ ഇറങ്ങി വന്നില്ലെങ്കിൽ നാളെ കാണാൻ പോകുന്നതേ നിന്റെയും എൻ്റെയും ഈ ഫോട്ടോകളാണെന്നും പറഞ്ഞ് വീണ്ടും കുറേ വൾഗറായിട്ടുള്ള ഫോട്ടോകൾ അലോക് കാണിക്കാണ് കേട്ടോ. അനുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വെറിച്ച് അനു നിൽക്കുകയാണ്. ആരോടും ഒന്നും പറയാനും പറ്റുന്നില്ല. അലോക് നാളെ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം ഒട്ടാകെ നാണം കെട്ട് ആരുടെ മുന്നിൽ തലതുയർത്താൻ കഴിയാതെ താൻ സ്വപ്നം കണ്ടതുപോലെ തൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും. അതിനും എത്രയോ ഭേദവാ താൻ ഒളിച്ചോടിപ്പോയി എന്നൊരു അപവാദം അവർ കേൾക്കുന്നത് എന്നുള്ളൊരു ചിന്ത അനുവിൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അലോക് പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് അനുശ്രീ. എൻ്റെ കൂടെ നീ ഇപ്പം വരണം എന്ന് പറയാം. അലോക് പ്ലീസ്, ഇപ്പം ജീവനും വീട്ടുകാരും ഒക്കെ അവിടെയുണ്ട്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം. എനിക്ക് ഇച്ചിരി സാവകാശം താ എന്ന് പറയാം. നിന്നെ ഞാൻ വിശ്വസിക്കാം. പൊന്നു മോളെ, ഞാൻ പറയുന്നതിനെതിരായിട്ട് നീ എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാലും നിന്റെ വീട്ടിലുള്ളവരെ ഈ സത്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്താലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നാളെ ഈ കുടുംബം മുഴുവനും നാണം കെട്ട് അപമാനിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നത് നിന്നെ കൊണ്ട് ഞാൻ കാണിച്ചു തരുവടി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും സുകന്യ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ദേവമംഗലം തകരുന്നത് കാണാൻ അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ സുകന്യയ്ക്ക്. അപ്പം അനുശ്രീയാണെങ്കിൽ പേടിച്ച് വിറച്ച് തിരിച്ച് ജീവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. ആകെ വിളറി വരുന്ന നമ്മുടെ അനുശ്രീനെ കാണുമ്പം ജീവൻ ചോദിക്കുന്നുണ്ട്, എന്താടോ തനിക്കിത് എന്തു പറ്റി? താൻ പെട്ടെന്ന് എവിടെ പോയതെന്ന് ചോദിക്കുക. ഒന്നുമില്ല ജീവൻ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജീവനും കുടുംബവും സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് നാളെ കാണാം എന്ന് പറയാം. അപ്പം ജീവൻ്റെ അമ്മയൊക്കെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നാളെ ഈ സമയത്ത് മോള് ഞങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പം ജീവനും വളരെ സ്നേഹത്തോടു കൂടി തന്നെ യാത്ര പറഞ്ഞ് താൻ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അനുശ്രീനെ വളരെ കൂളാക്കി നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ അനുവിന് ഒന്നും ചെയ്യാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. തൻ്റെ കുടുംബം നാളെ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് മാത്രമാണ് അനുവിൻ്റെ മുന്നിലുള്ളൂ. താൻ സ്വപ്നം കണ്ടതുപോലെ തൻ്റെ അച്ഛനും അമ്മയും താൻ കാരണം മരിച്ചാൽ അത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ജീവനോട് ഞാൻ ചെയ്യുന്നത് വഞ്ചന തന്നെയാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ ജീവനാണ് എനിക്ക് വലുത്. എൻ്റെ അച്ഛനും അമ്മയും ജീവനോടിരിക്കണം. അതിനുവേണ്ടി അലോക് അവൻ എന്ത് ദുഷ്ടത്തരം പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്യാം. അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ആരുടെയും ഞാനിത് പറഞ്ഞെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെറ്റത്തരം ചെയ്യും. അല്ലെങ്കിൽ സുകന്യ ചേച്ചി അത് അവനെ അറിയിക്കും എന്നൊക്കെയുള്ള ബോധം അനുശ്രീയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. പെട്ടെന്ന് സുകന്യ വീണ്ടും അനുവിനെ കൂട്ടിക്കൊണ്ട് പോവാ. മോളെ അനു, അവൻ പറയുന്നത് പോലെയൊക്കെ നീ പ്രവർത്തിക്കുക. അവനെ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് നടക്കുക. ഞാൻ എത്ര നേരം കൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാവോ? പക്ഷേ നിന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ അപമാനിക്കും. ബാലേട്ടൻ്റെയും ഗോമതി ചേച്ചിയുടെയും കാര്യം നിനക്കറിയാലോ. അഭിമാനിയാ ബാലേട്ടൻ. അങ്ങനെയുള്ളപ്പം സ്വന്തം മോളുടെ ചിത്രങ്ങൾ, അതും ഈ രീതിയിലുള്ള ഒരച്ഛനും അമ്മയും ഒരിക്കലും കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം മോളുടെ അത്തരത്തിലുള്ള നഗ്ന ചിത്രങ്ങൾ ഈ നാടുനീളെ കണ്ടു കഴിഞ്ഞാൽ ബാലേട്ടനും ഗോമതി ചേച്ചിയും പിന്നെ ഒരു നിമിഷം അതിജീവിക്കില്ല. ഈ ദേവമംഗലത്തിൻ്റെ ഭാവി പോലും ഇപ്പം നിന്റെ കയ്യിലാണ് മോളെ. ഒരു കല്യാണം നാളെ മുടങ്ങും. അത് വലിയ കാര്യമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ടല്ലല്ലോ നീ ഒളിച്ചോടി പോകുന്നത്. ജീവൻ ഇനിയും നല്ല ബന്ധങ്ങൾ വിട്ടും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ അഭിമാനം നിന്റെ കയ്യിലാ എന്ന് സുകന്യം പറയണം കേട്ടോ. അപ്പം ശരിയും തെറ്റും ഏതെന്നറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അനുശ്രീ സുകന്യ പറയുന്നതൊക്കെ ശിരസാ വഹിക്കുവാണ് കേട്ടോ. അങ്ങനെ അലോക് അനുശ്രീനെയും കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് കല്യാണം മുടക്കാനായിട്ട്. അലോക് പറയുമ്പം കീ കൊടുക്കുന്നൊരു പാവ കണക്കെ നമ്മുടെ അനു മാറിപ്പോവാണ് കേട്ടോ. കാരണം അനുവിൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. അവൾ ആ സ്വപ്നത്തിൽ കണ്ടത്
പോലെ തൻ്റെ അച്ഛനും അമ്മയും മരിച്ചാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്ത മാത്രമേ ആ പാവത്തിനെ അലട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കല്യാണ ദിവസം രാവിലെ ആകുന്നതിന് മുന്നേ തന്നെ അലോകിന്റെ കൂടെ അനുശ്രീ ദേവമംഗലത്ത് നിന്ന് പോവാണ് കേട്ടോ. വളരെ കരഞ്ഞുകൊണ്ടാണ് അനുശ്രീ പോകുന്നത്. പക്ഷെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൾ പോകുന്നത്. എൻ്റെ ജീവിതം നശിപ്പിച്ച അലോകിന്റെ കുടുംബവും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർക്കാർക്കും കൃഷ്ണമംഗലത്തോ ഒരു സമാധാനവും താനിനി കൊടുക്കത്തില്ല. അലോകിന്റെ ജീവിതത്തിന്റെ നാശം കണ്ടിട്ടേ ഇനി ഈ അനുശ്രീക്ക് സമാധാനം ഉണ്ടാകൂ എന്നൊരു പ്രതിജ്ഞയോട് കൂടിയാണ് അലോകിന്റെ കൈ പിടിച്ച് അവൾ ഇറങ്ങുന്നത് കേട്ടോ. ഇതേ സമയം തൻ്റെ മകളുടെ കല്യാണം ആർഭാടമാക്കാൻ ഓടി നടക്കുകയാണ് അച്ഛനും ആങ്ങളമാരും എല്ലാവരും. അപ്പോൾ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ സമയം അവരെല്ലാവരും അനുവിനെ തിരക്കാണ് കേട്ടോ. മീനും മിത്രേ അനുമോൾ എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴാണ് എല്ലാവരും അനുവിൻ്റെ റൂമിലേക്ക് ചെല്ലുക. അവരും അനുവിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പം അനുവിനെ കാണുന്നില്ല. ഞെട്ടിത്തരിച്ചു നിൽക്കുക. പെട്ടെന്നാണ് മീനുവിന്റെ കണ്ണിൽ ഒരു കത്ത് കിട്ടുന്നത്. അത് വായിക്കുന്ന മീനു ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുക. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ല എന്നൊരു വാക്കാണ് കേട്ടോ അനു അതിൽ എഴുതിയിരിക്കുന്നത്. അതുമായിട്ട് മീനും മിത്രയും കൂടി ഓടി ബാലന്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് അവരുടെ മുഖം കാണുമ്പം ബാലൻ ചോദിക്കുക, അനുമോൾ എവിടെ? ഇറങ്ങാൻ മുഹൂർത്തമായി, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയണം കേട്ടോ. അച്ഛാ, അനുവിനെ കാണാനില്ല അച്ഛ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ഞെട്ടിത്തരിച്ച് നിൽക്കാണ് ബാലൻ. എന്ത് കാണാനില്ലെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അനുമോൾ അവിടെ ഉണ്ടാകും. അപ്പം ഗോമതി അങ്ങോട്ട് വരിക. ദേ ചുമ്മാ എന്നെ പറ്റിക്കലിട്ടോ പെണ്ണുങ്ങളെ, ഇന്ന് അനുമോളുടെ കല്യാണമാ എന്നും പറഞ്ഞ് അനുവിന്റെ റൂമിലേക്ക് നമ്മുടെ ഗോമതിയും കയറി ചെല്ലാണ് കേട്ടോ. പക്ഷെ അനുമോളെ അവിടെ എങ്ങും കാണുന്നില്ല. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. അവള് നമ്മളെ ചതിച്ചോ അച്ഛ എന്ന് ആകാശും ആര്യനും കൂടി ചോദിക്കുക. ഏയ്, അവൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുവാണ് കേട്ടോ. അച്ഛ ദേ ഒരു കത്ത് എന്നും പറഞ്ഞ് ആ കത്തും കൂടി മീന് കാണിച്ചു കൊടുക്കുക. അത് കാണുമ്പോൾ ആര്യനും ആകാശിനും ദേഷ്യം വരെയാണ്. ആനന്ദനും ആ ചെറ്റ അലോകിന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ മുന്നിൽ അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് അവൾ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു വെച്ചാൽ അവൾ നമ്മളെ ചതിക്കുമായിരുന്നോ? നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്തിട്ട് അവൾ സമാധാനത്തോടെ അവനൊപ്പം ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും മീനു പറയും, ഇല്ല, നമ്മുടെ അനുമോള് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചതാകും, നിവൃത്തികേടുകൊണ്ട് ചെയ്തതായിരിക്കും. അപ്പം ബാലനും പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ മോള് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അവൾ എന്നോട് എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ അലോക തട്ടിക്കൊണ്ട് പോയതായിരിക്കും. നമുക്ക് അവനെ പോയി കാണാം അച്ഛാ, അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് എല്ലാവരും അലോകനെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു വണ്ടിയിൽ അലോകും അതുപോലെ നമ്മുടെ അനുശ്രീയും കൂടി ഇറങ്ങി വരുന്നത്. കല്യാണപ്പെണ്ണിൻ്റെ വേഷത്തിൽ താലിയൊക്കെ കഴുത്തിൽ ഇട്ടുകൊണ്ട് വരുന്ന അനുവിനെ കാണുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പം ഗോമതി മാലനും കൂടി നെഞ്ചത്ത് കൈ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നീ ഞങ്ങളെ ചതിച്ചല്ലോടി എന്നും പറഞ്ഞ് ആരിനോടി അടുക്കാണ്. നീ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പൊ പോലും വിശ്വസിച്ചില്ല. നിന്നെ ഇവൻ കടത്തിക്കൊണ്ട് പോയതാകുമെന്ന് കരുതി നിന്നെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഇങ്ങനൊരു കാഴ്ച തന്നെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. നിനക്ക് ഇവന്റെ കൂടെ ഒളിച്ചോടി പോകാനാണെങ്കിൽ പിന്നെ എന്തിനാടി ഒരു പാവം ചെറുക്കനെ ഈ ബന്ധത്തിലേക്ക് നീ വലിച്ചയച്ചത് എന്ന് ആകാശും ആനന്ദും എല്ലാവരും കൂടി ചോദിക്കാണ് കേട്ടോ. അനു കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അലോക് അവരെ തടിയാ, എൻ്റെ പെണ്ണിന്റെ മേൽ കൈവെക്കാൻ ഇനി ഒരാങ്ങളമാർക്കും ഒരവകാശവും ഇല്ല. എന്നെ മറികടന്നുകൊണ്ട് ഇവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന ഈ അലോകിന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണും. നീ ഇങ്ങോട്ട് വാടാ, ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയതൊന്നും നിനക്ക് പോരേടാ എന്നപ്പം ആരും ചോദിക്കാണ് കേട്ടോ. പെട്ടെന്ന് ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന ബാലൻ പറയും, വേണ്ട മക്കളെ, ഇവരോടൊന്നും സംസാരിക്കേണ്ട. അനുമോക്ക് ജീവിക്കാൻ ഇഷ്ടം അലോകിന്റെ കൂടെയാണെങ്കിൽ അവർ പൊക്കോട്ടെ. ഇനി അച്ഛന് അമ്മ ആങ്ങളമാര് എന്നൊരു ബന്ധം പറഞ്ഞുകൊണ്ട് ദേവമംഗലത്തിന്റെ പടിനി ഒരിക്കലും ചവിട്ടരുത് എന്നും പറഞ്ഞ് പുറംതിരിഞ്ഞു പോവാണ് കേട്ടോ നമ്മുടെ ബാലൻ. അതിന് പിന്നാലെ തന്നെ ഗോമതിയും അവിടെ നിന്ന് പോവാ. എൻ്റെ മകള് അച്ഛനും അമ്മയ്ക്കും തന്ന സമ്മാനം വളരെ നന്നായിട്ടുണ്ട്. ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ചുകൊണ്ട് വേണമായിരുന്നു നിനക്ക് ഇവൻ്റെ ഒപ്പം പോകാനായിട്ട്. ഒന്നും പോരാഞ്ഞിട്ട് ഒരു പാവം പയ്യന്റെ കണ്ണുനീരും കൂടി നീ കാരണം വീണില്ലേടി എന്ന് ചോദിച്ച് ഗോമതിയും കയറി പോവാണ് കേട്ടോ. അപ്പം മീനും ഇത്രയും മാത്രം ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക. ഏത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ മുഖത്തെ ഭാവം കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നൊരു ബോധ്യം മീനുവിനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം